ഹലോ എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം വീണ്ടും ദുബായ് വിശേഷങ്ങളായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അധികം വിശേഷങ്ങളൊന്നുമില്ല, പല തിരക്കുകളായിപ്പോയി. അത് കാരണമാണ് വീഡിയോയും വ്ളോഗൊന്നും ചെയ്യാൻ പറ്റാത്തത്. പല പ്രാവശ്യം പറയാറുണ്ട് എന്തെങ്കിലുമൊക്കെ വ്ളോഗ് ചെയ്യുക, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ സമയം തീരെ കിട്ടിയില്ല, നല്ല ബിസിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പല സമയങ്ങളിലെടുത്ത കുറേ ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ദുബായ് UAE എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് വലിയ വലിയ ബിൽഡിങ്ങുകളും വലിയ അടിപൊളി വണ്ടികളും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്. പക്ഷേ ഇന്ന് ഞാനൊരു യാത്രയിലേക്ക് പോകുന്ന കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളാണ് പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ യാത്രയിൽ നമ്മൾ സാധാരണ കാണാൻ ചാൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിൽ ഓടി എത്താത്ത കാഴ്ചകളൊക്കെ ഷെയർ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്രത്തോളം ശരിയാവുന്നുള്ളത് നമുക്കിനി വഴിയെ നമുക്ക് കാണാം. അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഷെയർ ചെയ്യാൻ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇതിൻ്റെ കമൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. ഇതൊക്കെ കമൻറ്റുകൾ നല്ലപോലെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഉച്ചയ്ക്ക് ആയിട്ട് ഇറങ്ങാമെന്നാണ് കരുതിയിരുന്നത്. ഫുഡ് കഴിച്ചിരുന്നപ്പം മടിച്ചു തുടങ്ങി. 2 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ ഇറങ്ങാമെന്നുള്ള ഇത്. അവസാനം ഇപ്പോൾ 4 മണിയായിരിക്കുകയാണ്. പുറത്ത് നോക്കിയാൽ നല്ല ശക്തിയേറി പൊടിക്കാറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. റോഡിൽ ഇങ്ങനെ പൊടിപടലങ്ങളൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ബാൽക്കണി ഒന്നും തുറക്കാൻ പോലും പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. ഇത് വീഡിയോയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഏതായാലും നമ്മൾ ഇറങ്ങാൻ തീരുമാനിച്ചാൽ നമ്മൾ ഇറങ്ങാൻ തന്നെ വേണം. ഞാൻ ഫാമിലി എടുത്ത് പറഞ്ഞു നമുക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞ് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുകയാണ്. നമുക്ക് ഫോണിലൊക്കെ അലേർട്ട് വന്നു, സാൻഡ് സ്റ്റോം ഉണ്ട്, സ്പീഡ് അനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞ്. അതാ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക് മഴയും തുടങ്ങി. അപ്പോൾ നല്ല രസമായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ചൂട് കാലത്ത്, നല്ല വെയിലും ചൂടുള്ള സമയത്ത് നമ്മൾ ഇന്ന് ഒരിക്കലും ഇല്ലാത്ത പൊടിക്കാറ്റ് വന്ന് ഭയങ്കര ശാന്തമായി. പിന്നെ അതിനുശേഷം മഴയായി. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ ശാന്തമായൊരു ക്ലൈമറ്റ്. ഇങ്ങോട്ട് എത്തിയപ്പോഴത്തേക്ക് ഫുൾ സ്ഥലം തന്നെ മാറി. മരുഭൂമിയൊക്കെ മാറി. ഇപ്പോൾ ചെറിയ മലനിരകളൊക്കെ വന്നു തുടങ്ങി. നല്ല അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ മാറി വലിയ പാറക്കൂട്ടങ്ങളായി. അങ്ങനെ നമുക്ക് പല മാറ്റങ്ങൾ വന്നു തുടങ്ങി. ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തില്ല. ഈ റോഡ് എങ്ങോട്ട് പോവോ അതനുസരിച്ച് പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളിപ്പം പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഈസ്റ്റേൺ സൈഡിലേക്കാണ്. അതായത് കോർഫക്കാൻ, ഫുജേറ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ അടുത്ത് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി. അവിടെ ഒമാൻ്റെ ഒരു പ്രദേശമുണ്ട്, മദ്ഹ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ലക്ഷ്യമാക്കിയാണ് പിന്നെ മാപ്പ് വെച്ചത്. ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്ക് വീണ്ടും ആ പാറയുടെ കാരണങ്ങൾ തന്നെ മാറി കേട്ടോ. നല്ല പച്ചപ്പുള്ള പാറകളൊക്കെ ആയി. എനിക്കൊന്ന് ഏതൊരു നാട്ടിലായാലും ഇതൊക്കെ തന്നെ ആയിരിക്കും. നമ്മൾ കുറേ പോയി കഴിയുമ്പോഴത്തേക്ക് അവിടുത്തെ ഭൂപ്രദേശത്തിലെ സ്വഭാവ രീതികളൊക്കെ മാറും. ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് വലിയ കൊട്ടാരപ്പുറത്ത് കുറേ ബിൽഡിങ്ങുകൾ കണ്ടു കേട്ടോ. നമ്മൾ ആദ്യം വെച്ച് കൊട്ടാരം എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. പിന്നെയാണ് മനസ്സിലായത് അത് അവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ്. എന്ത് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെ നോക്കാൻ നിന്നില്ല. നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകളിൽ അങ്ങ് മുങ്ങിപ്പോയി. നല്ല രസമുണ്ട്. നല്ല പച്ചപ്പും പൂക്കളും എല്ലാം ആയി നല്ല അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു നഗരം എന്ന് പറയുമോ അതെ പട്ടണം എന്ന് പറയും. പട്ടണമായിരിക്കും കറക്റ്റ് ആയിട്ടുള്ള വാക്ക് കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആൾക്കാരുടെ രീതികളും അവിടുത്തെ കെട്ടിടത്തിൻ്റെ രീതികളും വരെ മാറും. എല്ലാം ഒറ്റ നില, മാക്സിമം 2 നില കെട്ടിടങ്ങൾ. അങ്ങനെ നമ്മൾ വന്ന് ഇതാണ് ആ തിരുവെന്ന് പറയുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നത് ഒമാൻ്റെ ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു കയറിയപ്പോൾ തന്നെ എന്നെ സ്വീകരിച്ച കാഴ്ച എന്ന് പറയുന്നത് ഒരു നീണ്ട നിര ക്യൂ ആണ് കേട്ടോ. അത് ഞാൻ വിചാരിച്ചത് എന്ത് പറ്റി, ഇവിടെ ഇനി എന്തെങ്കിലും ചെക്കിംഗ് വല്ലതും ആണോ? കാര്യം എൻ്റെ അറിവിൽ ഇവിടെ ചെക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ്. പിന്നെയാണ് കാര്യം പിടികിട്ടിയത്, ഇത് ഇവിടുത്തെ പെട്രോൾ പമ്പിലേക്കുള്ള ക്യൂ ആണ്. ഈ ഒരു ക്യൂ എന്ന് പറയുന്നത് ഇവിടെ പെട്രോളിന് വില കുറവാണ് UAE അപേക്ഷിച്ച്. അത് കാരണം ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ വന്നാണ് അടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് രാത്രിയാകുമ്പോൾ ഭയങ്കര ലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഫുഡ് സ്ട്രീറ്റ് പോലത്തെ ഒരു ഏരിയ ആണ്. പിന്നെ അപ്പോഴത്തേക്ക് ഫോണിൽ മെസ്സേജും വന്നു, നിങ്ങളിപ്പോൾ ഒമാൻ്റെ നെറ്റ്വർക്കിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മൾ കൺഫേം ആക്കി നമ്മളിപ്പോൾ ഒമാൻ്റെ അകത്ത് നിൽക്കുകയാണ്. ഈ ഒരു ഒമാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UAEയുടെ അകത്താണ് ഈ ഒമാൻ കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ എത്തിയപ്പോൾ വീണ്ടും അതിൻ്റെ സ്വഭാവ രീതികൾ മാറി. എല്ലാം കുറേ ഫാമുകൾ പോലത്തെ ഏരിയകളായി. മൊത്തം എന്താ പറയുക, ആ ഒരു അരണ്ട അല്ലെങ്കിൽ ഡ്രൈ കണ്ടീഷൻ മാറി പച്ചപ്പിൻ്റെ ഒരു വലിയൊരു സമ്പ്രദായമായിട്ടുള്ള ഒരു സ്ഥലം തന്നെ നമ്മൾ കണ്ടു. ഇത് കണ്ടോ, ഇത് നാരങ്ങ ഓറഞ്ച് കണ്ടാണ് ഈ കാണുന്ന നമ്മൾ കാഴ്ചകൾ. ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. UAEയിൽ തന്നെയാണോ ഇതൊക്കെ നമ്മൾ കാണുന്നതെന്ന്. ഇവിടുത്തെ ക്ലൈമറ്റും വ്യത്യാസമായിരുന്നു കേട്ടോ. പിന്നെ കണ്ടത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല UAEയിൽ. സൗദിയിൽ വെച്ചൊക്കെ കാണാനായിട്ടുണ്ട്. ആട്ടിൻകൂട്ടങ്ങൾ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതും ഒരു നാടിന്റെ ഭാഗമാണെന്നുള്ളത്. പിന്നെ പലയിടങ്ങളിലായിട്ട് ഇവരുടെ കൊടികൾ കാണാം. ഒമാനിലാണെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കാര്യം കുറേ കോട്ടകളും. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഹെറിറ്റേജ് വില്ലേജ് എന്ന് കണ്ടു കേട്ടോ. പിന്നെ ഒരു പെട്ടെന്നൊരു കുത്തനൊരു ഇറക്കമാണ്. മലയുടെ താഴ്വാരത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ അവിടെ എത്തുമ്പോഴത്തേക്ക് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കുറേ പണ്ടത്തെ രീതിയിലുള്ള വീടുകളും അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിൻ്റെ അപ്പുറത്ത് വലിയൊരു ഡാമും ഉണ്ട്.
അവിടെ ഒരാളിനെ അവിടെ വെച്ച് കാണാനിടയായി. അപ്പോൾ ആളുടെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതിപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഇവിടെ എല്ലാം വറ്റ അരണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വെള്ളമുള്ള സമയത്താണെങ്കിൽ നല്ല ഒഴുക്കും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ ഇവിടെയുള്ള ഈ വീടുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ബാർബിക്യൂ ചെയ്യാനൊക്കെ ആയിട്ടുള്ളൊരു സെറ്റപ്പാണ്. ഇവിടെ ഇപ്പോൾ വാഷ്റൂമും കാര്യങ്ങളും നല്ലൊരു ഇരിപ്പിടമൊക്കെ ഉണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ശല്യപ്പെടുത്താൻ ആരും ഉണ്ടാവില്ല, ഭയങ്കര ശാന്തതയാണ്. പിന്നെ എക്കോയും ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഈ കാഴ്ചകൾ നമ്മളിങ്ങനെ കണ്ട് നമ്മൾ ഇരുന്ന് പോകുമ്പോൾ സമയം പോകണം നമ്മൾ അറിയത്തില്ല, അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. നേരിട്ട് തന്നെ വരണമെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. പിന്നെ ഇത്രയും ദൂരം കഴിഞ്ഞ് വരണമെന്നുള്ളത് അത് നിങ്ങളുടെ ഇഷ്ടമാണ്. കണ്ട ഇങ്ങനത്തെ ഒരു ചെറിയൊരു വീടാണ്. അവിടെ കറണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് കയറി. ഇവിടുത്തെ പാടെന്ന് വെച്ചാൽ ഇതാണ്, ഓരോ സ്ഥലങ്ങൾ നമ്മൾ കാണാനായിട്ട് കുത്തനെ നമ്മൾ ഇറങ്ങേണ്ടി വരും, വീണ്ടും അത് കഴിയുമ്പോൾ കയറി വരേണ്ടി വരും. കണ്ട വീണ്ടും നമ്മൾ വന്ന് മറ്റൊരു അറ്റത്തേക്ക് വന്നപ്പോൾ വീണ്ടും ഒമാഞ്ഞു ഈ ബോർഡർ. ഇത് ഏതറ്റത്തോട്ട് പോയാലും ഇങ്ങനത്തെ കുറേ ബോർഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സ്ഥലത്ത് മറ്റൊന്നുമില്ല, ഇങ്ങനത്തെ ഒരു കുറേ എന്താ പറയുക നമ്മുടെ പണ്ടത്തെ കാലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്ന പല കാര്യങ്ങളാണ് ഇവിടെ വെച്ച് കാണാനിടയായത് കേട്ടോ. റോഡ് സൈഡിൽ ഇങ്ങനെ ചെറിയ ചായക്കടകളും ചായപ്പീടികളും പിന്നെ പണ്ടത്തെ രീതിയിലുള്ള കടകളും ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു 20 വർഷം ബാക്കിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നതും. പിന്നെ ഇവിടെയുള്ള വീടുകളെന്ന് പറഞ്ഞാലും മാക്സിമം 2 നില കെട്ടിടങ്ങൾ, മാക്സിമം ഭൂരിപക്ഷം വീടുകളും ഒറ്റ നില കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ്. നമ്മളങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ചപ്പോഴത്തേക്ക് സൂര്യനൊക്കെ അസ്തമിച്ച് ഇരുട്ടിയിരുന്നു, സന്ധ്യാനേരം കഴിഞ്ഞിരുന്നു. അപ്പോൾ ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഇനി ഒമാൻ സർക്കാരിനും കുറച്ച് പൈസ കൊടുക്കാമെന്ന് കരുതി അങ്ങനെ നമ്മൾ ഈ ഒരു ലൈനിൽ നമ്മളും കൂട്ടുകൂടി. അപ്പോൾ ഈ നേരം ഫാബയ്ക്ക് ലുക്കൈമത്ത് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഈ പെട്രോൾ പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഫ്രഷ് ആയിട്ട് നമുക്ക് ഫുഡൊക്കെ എടുക്കുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ലുക്കൈമത്ത് നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ അവൻ്റെ റെഡിയാക്കി നമ്മൾ തരും. അങ്ങനെ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് ക്യൂവിലൊക്കെ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ഊഴമായി. അങ്ങനെ വണ്ടിക്ക് ആവശ്യമായ അതിനുള്ള ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ വീണ്ടും യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ വന്ന സ്ഥിതിക്ക് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇവിടെ ഒരു സ്ഥലമുണ്ട് അൽ സുഹൂബ് റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇവിടെ നിന്ന് വളരെ അടുത്താണ്, ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. പക്ഷേ കുത്തര കയറ്റമാണ്. അവരിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ എത്തിക്കഴിഞ്ഞ് അങ്ങ് മുകളിൽ എത്തുമ്പോഴത്തേക്ക് ഫുൾ ആ ഒരു കാലാവസ്ഥ മൊത്തത്തിൽ മാറുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല, പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ആ ഒരു കാഴ്ച കണ്ടത് കേട്ടോ. വലിയ ഹെയർപിൻ വളവുകളൊന്നും അല്ലെങ്കിലും നല്ല കുത്തനെയുള്ള കുറച്ച് കയറ്റങ്ങളാണ്. അങ്ങ് മുകളിലെത്തിയതും ഇവിടെ ഒരു വലിയൊരു ഫ്ലൈയിങ് സോസർ പോലത്തെ ഒരു ബിൽഡിംഗ് ഉണ്ട്. അതൊരു ഒരു കഫേ ആയിരുന്നു. അവിടെ നിന്നുള്ള കാഴ്ചകളെന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുന്നതിനപ്പുറമായിരുന്നു. ഈ രാത്രിയിൽ ക്യാമറയിൽ എത്ര കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇനി അഥവാ നിങ്ങൾ കണ്ടാൽ തന്നെ ആ ഒരു ഫീൽ എത്ര വരുമെന്നും അറിയില്ല. ഇവിടെ എത്തിയപ്പോൾ നമ്മളുടെ തൊട്ട് തലോടി മേഘങ്ങൾ പോണ പോലത്തെ ഒരു കാഴ്ചയായിരുന്നു കാണുന്നത്. പിന്നെ താഴെ ചെറിയ ഈ സ്വർണ്ണ മുത്തുകൾ പോലെ സ്വർണ്ണം വെള്ളിയൊക്കെ കലർന്ന ഒരു വെളിച്ചം മൊത്തം കാണാം. ഇത് കണ്ടോ, നമ്മൾ നേരത്തെ പോയ ഹൈവേ ഒക്കെയാണ് ഈ താഴെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനപ്പുറത്ത് കടലുമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അത്ര സുന്ദരമായ കാഴ്ചയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വാക്ക് ഏരിയ ഉണ്ട്. ഇത് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു മലയുടെ ടിപ്പിൽ കൂടെ നടക്കുന്ന ഒരു ഫീലാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് കുറേ ആയപ്പോഴത്തേക്ക് ലേറ്റായി. അപ്പം നേരെ ഈ താഴത്തേക്ക് ഇറങ്ങാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യാത്ര ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് തിരിച്ച് പോകാമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് എന്തോന്ന് അറിയില്ല, ഇതൊക്കെ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല ക്ഷീണം. അപ്പോൾ ഞാൻ കരുതുന്നത് നമുക്കെന്നാ പതുക്കെ നിർത്തി പോകാമെന്നൊക്കെ കരുതി. പക്ഷെ എന്നാലും ഈ ഒരു ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലൂടെ ഫാബിയെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് ശരിയാണെന്ന് തോന്നിയില്ല. അപ്പം കരുതി എന്നാൽ ഒരു ഹോട്ടൽ നോക്കാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ വീക്കെൻഡ് ആയതുകൊണ്ട് വിളിച്ച ഹോട്ടലുകളും അന്വേഷിച്ച ഹോട്ടലുകളും എല്ലാം അവിടെ ഫുള്ളായിരുന്നു. ലാസ്റ്റ് നോക്കി വന്നപ്പോൾ ഫുജേറയിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ഹോട്ടലായിരുന്നു, ഒരു 4 സ്റ്റാർ ഹോട്ടൽ. അപ്പോൾ നേരെ അവിടെ ബുക്കിംഗ് ചെയ്തു, നേരെ അങ്ങോട്ടേക്ക് വിട്ടു. ഇവിടെ ഏകദേശം 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പം ഏതായാലും നിൽക്കുകയാണെങ്കിൽ ഫാബിയും കൂടെ ഉള്ള സ്ഥിതിക്ക് കുറച്ച് നല്ല നിലയിൽ തന്നെ നിൽക്കണമെന്നൊരു ഇതുണ്ടായിരുന്നു. കാര്യം ഇപ്പം മറ്റേ സ്ഥലത്തും കുറേ ലോഡ്ജുകളും കാര്യങ്ങളും ഉണ്ട്, പക്ഷെ എനിക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ടേക്ക് ഇത്ര ദൂരം വന്നാലും കുഴപ്പമില്ല, ഇന്നത്തെ രാത്രി ഇവിടെ റെസ്റ്റ് ചെയ്തിട്ട് പോകാമെന്ന് കരുതിയത്. അപ്പം നേരെ ഇങ്ങോട്ടേക്ക് വിട്ടു. അവിടെ വന്ന് റൂമിൽ കയറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷായി ഒരു ഉറക്കം. അതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതും ആ ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ എഴുന്നേറ്റുണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട്, നമ്മളിപ്പോൾ നിന്ന റൂമിൻ്റെ തൊട്ട് ഫ്രണ്ട് ബീച്ചായിരുന്നു. അപ്പോൾ വേറെ പുതിയൊരു പ്ലാൻ എനിക്ക് തോന്നി. ഒരു ചെറിയൊരു സാൻഡ്വിച്ച് വാങ്ങിച്ച് വണ്ടിയായിട്ട് നേരെ ബീച്ചിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് ബീച്ച്.
ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ രാവിലത്തെ കലാപരിപാടി എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് റൂമിൽ നമ്മൾ ചെക്കൗട്ട് ചെയ്ത് നേരെ അവിടെ ഫുജേറയിലും വലുതായിട്ട് കറങ്ങിയിട്ടൊന്നും കാണാനായിട്ടൊന്നും തോന്നിയില്ല. ആകെ ബീച്ചുകൾ മാത്രമാണ് എനിക്ക് അവിടെ പെട്ടെന്ന് കണ്ണിൽ പെട്ടത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ വീണ്ടും ഫാബിക്കൊരാഗ്രഹം, വീണ്ടും നമ്മൾ ഇന്നലെ പോയ അതേ സ്ഥലത്തേക്ക് ഒന്നുകൂടെ നമുക്ക് രാവിലെ സൺറൈസ് കാണാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ക്ഷീണം കാരണം എന്താ സൺറൈസിന് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇന്നിപ്പോൾ നേരെ അപ്പോൾ തന്നെ രാവിലെ വന്ന വഴിക്ക് അതേ നിർത്താതെ തന്നെ നേരെ ഇങ്ങോട്ടേക്ക് വന്നു. ഇന്ന് രാവിലെ വന്നപ്പോൾ ഉള്ള കാഴ്ച നോക്കിയാൽ നല്ല മൂടൽ മഞ്ഞ് ഇങ്ങനെ വന്ന് മൊത്തത്തിൽ മൂടി വെക്കുന്ന ഒരു കാഴ്ചയാണ്. ഈ രാവിലെ വന്നപ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ വേറെ അധികം ആൾക്കാരും ഇല്ല, നമ്മളും പിന്നെ വേറൊരു 2-3 വണ്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഇന്നാണ് നമ്മൾ ശ്രദ്ധിച്ചത്, ഈ നമ്മൾ നിന്ന ആ സൈഡിലെ ആ ഒരു ഭാഗത്ത് മൊത്തം അവര് ബോഗൻവില്ലയും അങ്ങനത്തെ മറ്റു ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ ബാക്കി കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ എന്ത് പറയാൻ അവർ മാക്സിമം അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ആ സ്ഥലത്തിന്. ഇതാ നോക്കി നമ്മൾ ഇന്നലെ നമ്മൾ രാത്രി കണ്ട അതേ സ്ഥലം തന്നെയാണ്. അത് കണ്ടോ, അങ്ങ് അറ്റത്ത് അവിടെ കടലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് ലൈറ്റായിട്ട് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെ കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. രാവിലെ ഒരു സാൻഡ്വിച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ നല്ലൊരു കഫേ കേട്ടോ, നല്ലൊരു ആംബിയൻ കഫേയാണ്. ഇവിടെ നിന്ന് നമുക്ക് കാഴ്ച കണ്ടുകൊണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഒന്നും പറഞ്ഞില്ല, ആകെ പറഞ്ഞ കോഫിയും പിന്നെ ഒരു അറബിക് എഗ് ബ്രേക്ക്ഫാസ്റ്റ് ഷക്ഷൂക്ക എന്ന് പറയും. അപ്പം ഒരു സ്ക്രാമ്പിൾഡ് എഗ്ഗാണ്. അതൊക്കെ കഴിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു വന്നപ്പോഴാണ് മറ്റൊരു ഏൻഷ്യൻ്റ് ഒരു വില്ലേജ് ഒരു എന്താണെന്നറിയില്ല, എന്തോ പ്രാചീന കാലഘട്ടത്തിലെ എന്തോ ഒരു സംഭവമാണ്. അവിടെ അവർ അടച്ചിരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ട് കയറാൻ പറ്റിയില്ല. അതും നമ്മളിങ്ങനെ വഴിയിൽ കൂടെ എൻ്റെ സൈഡിൽ കൂടെ കണ്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ച് വന്നപ്പോഴത്തേക്ക് ആണ് നമ്മൾ അറിഞ്ഞത് നമ്മൾ വന്ന വഴിക്ക് ഒരു ഡാമും കൂടെ ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ കരുതി ഏതായാലും ഇതുവരെ വന്നതല്ലേ, ഇനി നമുക്ക് ആ ഒരു ഡാമും കൂടെ കണ്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഒന്നുകിലും കുത്തലുള്ള ഇറക്കം അല്ലെങ്കിൽ കുത്തലുള്ള കയറ്റം. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി യാത്ര തിരിച്ച് നമ്മൾ കണ്ട ഡാമാണിത്. ഇവിടെ എത്തിയപ്പം വീണ്ടും നല്ലൊരു തണുപ്പുണ്ട്, പക്ഷേ ചൂട് തുടങ്ങി വരുന്നു. കാര്യം ഇപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ, ചൂട് വന്നു തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അവിടെ നിന്ന് അറിഞ്ഞത് അതിൻ്റെ അപ്പുറത്ത് ഒരു വാദി ഷീസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് കുറച്ച് കാണാൻ നല്ല രസമുള്ളതെന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു വിട്ട് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് പോയി. എന്നൊരു നല്ല ഹൈപ്പ് എന്നാണ് വിട്ടത്. അത് കാരണം ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മല ഇറങ്ങി അതിൻ്റെ ഏറ്റവും താഴെ നമ്മൾ എത്തിയെന്നുണ്ടെങ്കിൽ പറയാം. പക്ഷെ അവിടെ താഴെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് ആ കാഴ്ചയൊക്കെ മാറി, പെട്ടെന്ന് മരങ്ങളും കാര്യങ്ങളുമായി വീണ്ടും അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നേക്ക് വന്നപ്പോൾ ഒരു ചെറിയൊരു ടൗൺ. പക്ഷെ അങ്ങോട്ടേക്ക് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല എന്നാണ് അവരവിടെ പറഞ്ഞത്. നമുക്ക് ടൂറിസ്റ്റുകൾക്കൂടെ സൈഡിൽ കൂടെ വേറൊരു വഴി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി നമുക്ക് പോകാൻ പറ്റും. ഇങ്ങനെ വന്നപ്പോൾ കണ്ടോ, ഇത് കറക്റ്റ് ആ മലയുടെ താഴെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ നമ്മൾ ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഇങ്ങനെ ആയി. അപ്പോഴത്തേക്ക് നോക്കിയപ്പോൾ ഒരാൾ ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ചോദിച്ചു ഇവിടെ ഇനി എന്തുണ്ട്, ഇനി അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു നിങ്ങൾ ഈ സമയത്ത് എന്തിനാണ് വന്നത്, മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത്. അപ്പോഴേ ഇങ്ങനെ വെള്ളവും വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ ഉണ്ട്. ഇപ്പം എല്ലാം ഉണക്കാണ്, എല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല, ഇതേപോലെ ഓഫ് റോഡ് പോകാമെന്നല്ലാതെ മറ്റൊന്നും അവിടെ ഇല്ല. അപ്പം അങ്ങനെ അത് കേട്ടപ്പോൾ ചെറിയ വിഷമം. അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ വന്നു. വീണ്ടും അതേപോലെ കുത്തര ഇറക്കവും കുത്തര കയറ്റവും എല്ലാം കയറി വന്നപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പാർക്കുണ്ട്. ഇതാണ് ഷീസ് പാർക്ക്. അപ്പോൾ ഈ ഷീസ് പാർക്കിൽ ഇങ്ങനത്തെ കണ്ടോ, ഇത് ചെറിയൊരു വെള്ളച്ചാട്ടവും ഒരു റെസ്റ്റിംഗ് ഏരിയ മാത്രമാണ്, ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലം, മറ്റൊന്നുമില്ല. ഇവിടെ കയറാനായിട്ടൊരു എൻട്രി ഫീ ഉണ്ട്. ഇവിടെ അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കഫേ ഉണ്ട്, പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് പള്ളിയുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ പറഞ്ഞു എന്നാൽ ശരി ഇനി നമുക്ക് തിരിക്കാന്ന് പറഞ്ഞ് വീണ്ടും വണ്ടി എടുത്ത് തിരിച്ചപ്പോൾ കരുതി എന്നാൽ ഇനി നമുക്ക് റാസൽ ഖൈമ പോകാമെന്ന്. അപ്പോൾ റാസൽ ഖൈമയിലൊക്കെ പോണ വഴിക്കാണ് വീണ്ടും ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് ഫേമസ് ആയ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ടോ. അപ്പോൾ ഏതായാലും ഇതുവരെ വന്ന സ്ഥിതിക്ക് അതും കണ്ടെങ്കിലും എനിക്ക് അതിൻ്റെ അകത്തുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാതെ പറഞ്ഞ് നോക്കിയതാണ്. ചെറിയൊരു മാർക്കറ്റാണ്, ചെറിയ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുറച്ച് അധികം റേറ്റ് ഇല്ലാത്ത രീതിയിൽ ഫ്രഷ് ആയിട്ട് അവിടെ അത് നമുക്ക് വാങ്ങാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കോണും പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, അതായത് ഞാൻ വാങ്ങിച്ചത് മാംഗോ വാങ്ങിച്ചു, പിന്നെ ഹണി മെലൺ വാങ്ങിച്ചു, ഫിഗ് വാങ്ങിച്ചു, മാംഗോസ്റ്റീൻ വാങ്ങിച്ചു. ഇതൊക്കെ വാങ്ങിച്ച് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തുടർന്ന് ഇങ്ങനെ വന്നപ്പോഴത്തേക്കാണ് റാസൽ ഖൈമ എയർപോർട്ട് എത്തി. റാസൽ ഖൈമ എയർപോർട്ടിൽ നോക്കിയപ്പോൾ ഇതും നല്ലൊരു കാഴ്ചയായിരുന്നു. പഴയ കുറേ എയർക്രാഫ്റ്റുകൾ ഇങ്ങനെ നിർത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് അകത്ത് പോയി കാണാനോ അല്ലെങ്കിൽ ഒരു മ്യൂസിയം പോലെ കാണാനോ ഉള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ അത് തൊട്ട് നമ്മളിങ്ങനെ അതിൻ്റെ ഭംഗി നോക്കിക്കൊണ്ടിരുന്ന പാട് നേരെ ഇപ്പുറത്ത് ഒരു സൗണ്ട് കേട്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ഒട്ടകം അവിടെ ഇരുന്ന് അതിൻ്റെ ഫുഡ് തേടിയുള്ള അതിൻ്റെ
പരിശ്രമം കണ്ടത്. അത് കണ്ടോ, ഈ അറ്റത്തുള്ള ഇലകളെയൊക്കെ അരിടുന്ന നാക്ക് വെച്ച് നീട്ടി അത് കഴിച്ച് പാവ ഷെയ്ഡിലൊക്കെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും വണ്ടി തിരിച്ച് വന്നപ്പോൾ പിന്നെ കണ്ടത് ഒരു ഈന്തപ്പഴ തോട്ടമായിരുന്നു. ഇവിടെ എല്ലാം അതിന് ജാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈന്തപ്പഴം ചീത്താവാതെ ഇരിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഫാബിക്ക് വീണ്ടും വിശന്ന് തുടങ്ങി. അപ്പോൾ നാടൻ ഊണ് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ റാസൽ ഖൈമയിൽ ഒരു മലയാളി റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ നല്ലൊരു നാടൻ ഊണും കഴിച്ച് നമ്മൾ അവിടെ നിന്ന് യാത്ര വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇത് വ്ളോഗായിട്ട് ഒന്നും ഇല്ല, എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു വ്ളോഗാക്കിയതാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.